ചേട്ടനെ പറ്റി ഒരു ന്യൂസ് വന്നു. അത് ഇത് ഒരു 1046 നമ്മുടെ 2 ചോഴ രാജാക്കന്മാരാണ്. ഒന്ന് രാജരാജ ചോഴൻ, പിന്നെ രാജരാജ ചോഴന്റെ മകൻ രാജേന്ദ്ര ചോഴൻ. ഈ 11ാം നൂറ്റാണ്ടില് ഇവര് ഒരു ഭൂമി ദാനം കൊടുത്തതാണ്. ഭൂമിദാനം കൊടുക്കുന്ന അന്ന് ഒരു ദേവദാനം എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്പലത്തിലേക്ക് ഈ രാജാക്കന്മാർ ഭൂമിയും ആ ഭൂമിയിൽ നിന്ന് വരുന്ന മറ്റുള്ള എല്ലാം, ഇപ്പോൾ വൃക്ഷങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഫലം, ഇതെല്ലാം ഒരു അമ്പലത്തിലേക്ക് അങ്ങ് ദാനമായിട്ട് കൊടുക്കും. പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ദാനം കൊടുത്തത് നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു ശിവക്ഷേത്രമോ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രമോ അല്ലെങ്കിൽ വേറെ വല്ല ക്ഷേത്രമോ അതിനല്ല കൊടുത്തത്. ഇത് കൊടുത്തത് ഒരു ബൗദ്ധ മതത്തിൻ്റെ ഒരു ആശ്രമത്തിനാണ്, ഒരു മൊണാസ്ട്രിയാണ്. അതിൻ്റെ ഉള്ളിൽ അവർക്കൊരു 2 അവരുടെ പള്ളി, ബൗദ്ധ പള്ളികൾ കെട്ടണം. അപ്പോൾ അതിനു വേണ്ടി അവർക്ക് സ്ഥലം വേണം, ദാനം വേണം. അപ്പോൾ ഇന്തോനേഷ്യയിൽ ജാവയിൽ ഉണ്ടായിരുന്ന ഒരു രാജാവ്, ശ്രീ വിജയ ഡൈനാസ്റ്റി. ഇവിടെ ചോഴനെ പോലെ അവിടെ ഉണ്ടായിരുന്ന ഒരു രാജാവ്. അപ്പോൾ അതിന്ന് വന്ന ഒരു രാജാവ് ആൾക്കാരെ അയച്ചു, നമ്മുടെ രാജരാജ ചോഴൻ്റെ അടുത്ത് ഞങ്ങൾക്ക് സ്ഥലം വേണം, ഈ ബുദ്ധ ഈ പള്ളിയിൽ അവിടെ കെട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് കൊടുത്തു. ആദ്യം വാക്കാൽ കൊടുത്തു. ഒരു ഗ്രാമവും പിന്നെ ആ ഗ്രാമത്തിൽ നിന്ന് വരുന്ന എല്ലാം, നികുതിയൊന്നും പാടില്ല അവിടെ, എല്ലാം ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഭൂമിയാണ് കൊടുത്തത്. പിന്നെ അതിൻ്റെ ഒപ്പം കുറേ നെല്ലും, ഈ വൃക്ഷങ്ങളിൽ നിന്ന് കിട്ടുന്ന എല്ലാം ഭൂമി, അതിന് പുറമെ നെല്ലും, ഇതെല്ലാം കൊടുത്തു. പക്ഷെ കൊടുത്തു കഴിഞ്ഞിട്ട് ഈ രാജരാജ ചോഴൻ മരിച്ചപ്പോൾ ഇത് വാക്കാലേ കൊടുത്തിട്ടുള്ളൂ, അതിൻ്റെ റെക്കോർഡില്ല. അപ്പോൾ രാജരാജ ചോഴൻ്റെ മകൻ രാജേന്ദ്ര ചോഴൻ അത് മുഴുവനും ഈ ഇതുണ്ടല്ലോ ചെമ്പ് തകിടുകളാണ്. ഈ ചെമ്പ് തകിടുകൾ അത് ഒരു 21 തകിടുകളുള്ളതാണ്. ഇതിനെല്ലാത്തിനും കൂടി ഒരു 30 കിലോ വെയിറ്റ് ഉണ്ട്. ഈ 21 തകിടുകളെയും പിടിച്ചിരിക്കുന്നത് ഒരു വട്ടത്തിലുള്ള ഒരു റിങ്ങാണ്. അതാണ് ഇതിൻ്റെ ഇടയിൽ തുളയുണ്ട്. ആ തുളയുടെ ഉള്ളിൽ കൂടെ പോയി മുകളിലെല്ലാം കൂടെ വന്ന് ഒരു വലിയ ഒരു റിങ്ങാണ്. അതിൻ്റെ ഒരു ഭാഗത്ത് അതിലൊരു ഈ ചോഴ രാജൻ്റെ ഒരു ഇതുണ്ട്, എന്താ സിമ്പിൾ. അതിൽ ഇപ്പൊ രാജരാജ ചോഴന്മാർക്ക് നമ്മുടെ പുലിയാണ്, ടൈഗറാണ്. അപ്പോൾ രാജരാജ ചോഴന്റെ ടൈഗർ, അത് കഴിഞ്ഞിട്ട് 2 മീന്, ആ മീന് നമ്മുടെ പാണ്ഡ്യന്മാരുടെ, അത് കഴിഞ്ഞിട്ട് ഒരു അമ്പ് ചേര, ഇവരുടെ എല്ലാവരുടെയും ഈ ഒരു സിമ്പിൾ അതിലുണ്ട്. അതിൻ്റെ ചുറ്റും സംസ്കൃതത്തിൽ എഴുതിയിട്ടുണ്ട്, ഇത് രാജരാജ ചോഴന്റെ കൽപ്പന പ്രകാരം ഇത് കൊടുക്കുന്ന ഒരു ദാനമാണ് എന്ന്. അപ്പോൾ ഇത് മുഴുവനും അവിടെ ഉപയോഗിച്ചിരുന്നതാണ്. നാഗപട്ടണത്തിൻ്റെ അടുത്ത് ഒരു ഗ്രാമം ആനമംഗലം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വില്ലേജാണ്. ആ ആനമംഗലം കൊടുത്തു. അതിൻ്റെ അടുത്തുണ്ടായിരുന്ന വേറെ 8 ഗ്രാമങ്ങളും കൂടി കൊടുത്തു. ഏതാ ഇന്തോനേഷ്യ എന്ന് പറഞ്ഞാൽ ഈ ബുദ്ധ മതം ഉണ്ടല്ലോ, അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ആ രാജാവിന് വേണ്ടിയാണ് അവരവിടെ 2 പള്ളി കെട്ടി. ആ പള്ളി കെട്ടുമ്പോൾ അവർക്ക് ദാനമായിട്ട് കൊടുത്തത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്റ്റാമ്പ് പേപ്പറൊക്കെ ഉപയോഗിക്കുന്നില്ലേ, നമ്മൾ ഒരാൾക്ക് ഒരു ഭൂമി വിൽക്കുമ്പോൾ കിഴക്ക് ഭാവം, പടിഞ്ഞാറ് ഭാവം, വടക്ക്, ഇതെല്ലാം അതിൽ എഴുതിയിട്ടുണ്ട്. ഇതൊരു റവന്യൂ റെക്കോർഡാണ്. പിന്നെ ടാക്സിൻ്റെ, പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഇൻകം, അതിനെക്കുറിച്ച് ഇതെല്ലാം അവർക്ക് പിന്നെ അതിൽ എഴുതിയിട്ടുണ്ട്. ഈ സ്ഥലത്ത് പോയി ആരും ഇവിടുന്ന് ഒരു നികുതി
ഒന്നും പിരിക്കാൻ അത് നികുതി വാങ്ങാൻ പോരുത്. എന്നുവെച്ചാൽ ഇതെല്ലാം ആ ദൈവത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, ആ ബൗദ്ധ മതത്തിന് വേണ്ടിയാണ്. അതാ ഒരു പ്രത്യേകത രാജരാജൻ ഒരു ശിവഭക്തനാണ്. തഞ്ചാവൂർ പെരിയ കോയിലുണ്ട്, അത് ശിവന്റെ അമ്പലം. അതുപോലെ പല അമ്പലങ്ങളും അവിടെ കെട്ടിയിട്ടുണ്ട് ചോഴ നാട്ടിൽ. അതിൽ ശിവന്റെയും ഉണ്ട്, വിഷ്ണുവിൻ്റെയും ഉണ്ട്. പക്ഷെ ഇത് ബുദ്ധമതത്തിന് വേണ്ടി കൊടുത്തതാണ്. അങ്ങനെ കൊടുക്കുന്ന രാജാക്കന്മാർ വളരെ ചുരുക്കം. ഇത് രാജരാജ ചോഴൻ കപ്പലും കൊണ്ട് അവരുടെ രാജ്യം വരെയൊക്കെ പോയിട്ടുണ്ട്. ഇന്തോനേഷ്യ, ജാവ അതുവരെയൊക്കെ പോയി, യുദ്ധത്തിനൊക്കെ പോയി അവരെല്ലാം കീഴടക്കി അങ്ങ് രാജ തിരിച്ചു വന്നിട്ടുണ്ട്. ഒന്ന്. പിന്നെ രണ്ടാമത് ഇവർ രണ്ടും തമ്മിൽ നമ്മുടെ കമേഴ്ഷ്യൽ ഇത് ട്രേഡ് ഉണ്ടല്ലോ, ആ ഒരു ബന്ധം ഉണ്ടായിരുന്നു. അവർ ഇവിടുന്ന് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും, ഇവർ അവിടെ പോയി വാങ്ങിച്ചുകൊണ്ട് വരും, അങ്ങനെ ഉണ്ടായിരുന്നു. അത് ഉള്ളപ്പോഴാണ് ഈ രാജാവ് ഇങ്ങനെ ചോദിക്കുന്നത്, ഇത് വേണം, ഭൂമി വേണം. രാജരാജൻ ഞാൻ തരാം എന്ന് പറഞ്ഞു. അത് വരുന്നതിന് മുമ്പ് പുള്ളി മരിച്ചു. അപ്പം രാജരാജ ചോഴൻ്റെ മകനാണ് രാജേന്ദ്ര ചോഴൻ. രാജേന്ദ്ര ചോഴൻ്റെ കാലത്താണ് ഈ കോപ്പർ പ്ലേറ്റ്സ് മുഴുവനും അതിൽ എഴുതി ആ ബുദ്ധ ആ പള്ളിക്ക് കൊടുത്തത്. ആ ബുദ്ധ ഇത് പള്ളി ഇപ്പോഴും ഉണ്ടോ? ഇല്ല. അവർ കെട്ടി അവിടെ ഉണ്ടായിരുന്നു. അത് ആ ഭാഗത്തുണ്ടായിരുന്ന ആ ബൗദ്ധ ആ ഒരു മതം തന്നെ അങ്ങ് ഇല്ലാതായിപ്പോയി. അത് എന്ത് കാരണമെന്ന് അറിയില്ല, പക്ഷെ അതങ്ങ് ഇല്ലാതായിപ്പോയി. അതില്ലാതെ പോയപ്പോൾ ഈ പള്ളിയും പിന്നെ അങ്ങ് ഇല്ലാതായിപ്പോയി. ഇവര് ഡച്ചുകാര് നമ്മുടെ നാട്ടിലേക്ക് വന്നത് 1602 ആ സമയത്തൊക്കെയാണ്. അപ്പോൾ 17-ാം നൂറ്റാണ്ടും 18-ാം നൂറ്റാണ്ടും ഈ ഡച്ചുകാര് നമ്മുടെ കേരള, തമിഴ്നാട് ഈ ഭാഗത്തെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നാഗപട്ടണം അവർ വരുന്നതിന് മുമ്പ് അത് പോർച്ചുഗീസുകാരുടെ കയ്യിലായിരുന്നു. അപ്പം പോർച്ചുഗീസുകാരും ഡച്ചുകാരും കൂടിയുള്ള യുദ്ധം നടന്ന് അത് കഴിഞ്ഞിട്ടാണ് ഈ നാഗപട്ടണം മുഴുവൻ ഡച്ചുകാർക്ക് കിട്ടുന്നത്. അപ്പോൾ ഡച്ചുകാർക്ക് അത് കിട്ടിയ സമയത്ത് ഈ പള്ളിയുടെ അവശിഷ്ടമുണ്ട്, മുഴുവനുമില്ല. ഇങ്ങനെ നല്ല ഉയരത്തിൽ പോകുന്ന നമ്മുടെ ക്രിസ്ത്യൻ പള്ളികളില്ലേ, അതുപോലെ നല്ല ഉയരത്തിൽ പോകുന്ന ഒരു കെട്ടിടമായിരുന്നു. അങ്ങനെ 2 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ കപ്പൽ വരും, നമ്മുടെ ഹോളണ്ടിൽ നിന്ന് വരുന്ന കപ്പല്, അല്ലെങ്കിൽ ഈ നമ്മുടെ ഇന്തോനേഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്, ജാവ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന കപ്പലുണ്ട്. അതെല്ലാം വരുന്നത് നാഗപട്ടണം വന്നിട്ട് ഒരു ഹാർബറാണ്, ചോഴൻ ഹാർബറാണ്, അവിടെ വരാം. അപ്പോൾ ഇവര് ഈ പഴയ പള്ളിയുടെ മുകളിൽ കയറി നിന്ന് അവരുടെ കൊടി കാണിക്കും. കപ്പൽ അങ്ങോട്ട് വരാൻ വേണ്ടി ഒരു ലൈറ്റ് ഹൗസ് പോലെ. അതിനു വേണ്ടി ഇവർ ഡച്ചുകാരെ ഉപയോഗിച്ചിരുന്നു. അല്ലാതെ വേറെ പള്ളി എന്നുള്ള ആ ഒരു അതിൻ്റെ ആ ഫംഗ്ഷനൊക്കെ ഒരുമാതിരി തീർന്നു കഴിഞ്ഞു, അതിൻ്റെ അവശിഷ്ടമായിരുന്നു. അപ്പോൾ പിന്നെ ഡച്ചുകാരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അവർ രണ്ടാളും തമ്മിൽ യുദ്ധം വന്ന് ഇവര് ഡച്ചുകാർ നാഗർകോവിലിൽ നിന്ന് വിട്ടുപോയി. പിന്നെ ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ കയ്യിലായി ഈ നാഗർകോവിൽ. നാഗർകോവിലല്ല, നാഗപട്ടണം. അപ്പൊ അവരുടെ കയ്യിൽ ആയപ്പോൾ അതിൽ ആരോ ഒരാള് ആ കെട്ടിടം മുഴുവനും അങ്ങ് പൊളിച്ചു. കെട്ടിടം മുഴുവനും പൊളിച്ചാൽ അവശിഷ്ടം നമ്മളിപ്പോ റീസൈക്ലിംഗ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ പള്ളിയുടെ സാധനങ്ങളെല്ലാം ഉപയോഗിച്ച് വേറെ കെട്ടിടങ്ങളൊക്കെ കെട്ടി. അപ്പോൾ അതോടുകൂടി പള്ളിയുടെ ആ ഒരു ചരിത്രം തന്നെ അത് മുഴുവനും അതോടുകൂടി കഴിഞ്ഞു. പിന്നെ ഇവര് ഡച്ചുകാരവിടെ ഉള്ള സമയത്ത് വേറൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു. അവർ ഈ പള്ളിയുടെ അടുത്തെല്ലാം ഇങ്ങനെ വേറെ കെട്ടിടങ്ങളൊക്കെ കെട്ടാൻ വേണ്ടി കുഴിക്കാൻ തുടങ്ങിയപ്പോൾ ഈ പഴയ പള്ളിയുടെ സാധനങ്ങളുണ്ടല്ലോ, പൂജാ സാധനം, അവരുടെ അമ്പലം പോലെയല്ലേ, ആ സാധനങ്ങളെല്ലാം അവിടെ കിട്ടിയവരെ. ആ കിട്ടിയതിൽ അവർ ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ കയ്യിലടിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരികയും ചെയ്യും. പിന്നെ ചില എല്ലാം വേറെ ആൾക്കാരൊന്ന് അന്ന് ഒരു കൺട്രോളോ ഒന്നുമില്ലല്ലോ, ഭൂമിയുടെ അടിയിൽ നിന്ന് കിട്ടുന്നു, അത് എടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെ ആയിരുന്നു. അങ്ങനെ കുറേ സാധനങ്ങൾ ഓരോരുത്തരും എടുത്തുകൊണ്ട് പോയി.
ഇത് ആണ് ഈ നമ്മുടെ ഈ കാപ്പർ പ്ലേറ്റ്സിന്റെ ഒരു ചെറിയ ഒരു ഉള്ളടക്കം വെച്ചാൽ ഇതേക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ആ 21 പ്ലേറ്റില് ആദ്യത്തെ 5 പ്ലേറ്റ് സംസ്കൃതമാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മുഴുവനും തമിഴാണ്. ഇത് സംസ്കൃതത്തിൽ വരുന്നത് പ്രശസ്തി എന്ന് പറയും. പ്രശസ്തി എന്ന് പറയുന്നത് ഈ ചോഴ കുരു ഉണ്ടല്ലോ, അത് എവിടുന്ന് തുടങ്ങുന്നു, അത് ദൈവത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. വിഷ്ണുവിൽ തുടങ്ങി അതുവരെ ഇത് ഈ രാജരാജ ചോഴന്റെ മുമ്പുണ്ടായിരുന്ന ചോഴ രാജാക്കന്മാര് ഇവർ എവിടെയെല്ലാം യുദ്ധം, എവിടെയെല്ലാം ജയിച്ചു, എന്താ ഇവരുടെ അതെ ഒരു പ്രശസ്തി മുഴുവനും എപ്പോഴും പുകഴ്ന്ന് പറയുന്നതാണ്. അത് സംസ്കൃതം. അപ്പൊ അത് എഴുതുന്നത് ചില ബ്രാഹ്മിൻസ്, പ്രത്യേക ചില ബ്രാഹ്മിൻസ് ഉണ്ട്, അവരാണ് അത് മുഴുവനും എഴുതുന്നത്. സംസ്കൃതമാണ് എഴുതുന്നത്, അവരെഴുതുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം മുഴുവനും തമിഴാണ്. ആ തമിഴ് അവിടെയാണ് ശരിക്ക് ഈ ഒരു ഭൂമി ദാനം കൊടുക്കുന്നത്, നമ്മുടെ അമ്പലത്തിലേക്ക് കൊടുക്കുന്ന പോലെ. അത് ഏത് സ്ഥലമാണ് കൊടുത്തത്? അത് ഈ നാഗപട്ടണത്തിന്റെ അടുത്തുള്ള ആനമംഗലം എന്നുള്ള ഒരു ഗ്രാമമാണ്. അതിന്റെ പേര് തന്നെ ആനമംഗലം എന്ന് വരുന്നത്. മംഗലം എന്ന് പറഞ്ഞാൽ ഒരു നല്ല ദൈവികത ഉള്ള ഒരു സ്ഥലം, അല്ല അമ്പലം ഉള്ളത്, അവിടെയാണ് മംഗലം എന്ന് വരുന്നത്. ഈ സ്ഥലത്തിന് ആനമംഗലം എന്ന് പേരിട്ടു ഈ ഗ്രാമത്തിന്. വരാൻ കാരണം ആന നമുക്കറിയാലോ, ശരിക്കും ആന തന്നെ എലിഫന്റ്. ഈ എലിഫന്റിന്റെ മുകളിൽ ഇരുന്നുകൊണ്ടാണ് നമ്മുടെ അതിർത്തി ഉണ്ടല്ലോ അതെല്ലാം തീർച്ചയാകുന്നത്. അത് ചുറ്റും ഈ ആനയാണ് ഇങ്ങനെ നടന്നു വരുന്നത്. അതുകൊണ്ടാണ് ഇത് ആനമംഗലം എന്നുള്ള പേര് കൊടുത്തത് ഈ ഗ്രാമത്തിന് തന്നെ. ഇപ്പോഴും ഉണ്ട്, ആനമംഗലം ഇപ്പോഴും ഉണ്ട്. പക്ഷെ അവിടെ ഇവരുടെ പള്ളി, ഈ ബൗദ്ധന്റെ പള്ളികളൊന്നുമില്ല, അതിന്റെ ഒരു അവശിഷ്ടമില്ല. അവിടെ വേറെ കെട്ടിടങ്ങളെല്ലാം വന്നു കഴിഞ്ഞു. അത് ഈ രാജരാജൻ മകൻ രാജേന്ദ്രൻ ആണ് ഇത് കാപ്പർ പ്ലേറ്റ്സ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 50 കൊല്ലം കഴിയുമ്പോൾ ഈ രാജേന്ദ്ര ചോഴന്റെ മകൻ ഒരു കുലോത്തുംഗ ചോഴൻ. അപ്പൊ ഇവര് ഈ പള്ളിക്കാരുണ്ടല്ലോ, അവരുടെ സംഘം, ഈ ബൗദ്ധ സംഘം, അവര് പിന്നെയും വന്ന് ചോദിച്ചു, പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഭൂമി വേണം, പിന്നെ നെല്ല് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ കുലോത്തുംഗ ചോഴനുണ്ടല്ലോ, അതേപോലെ അച്ഛൻ ചെയ്തതുപോലെ അല്ലെങ്കിൽ മുത്തച്ഛൻ ചെയ്തതുപോലെ തിരിച്ചും അവർക്ക് നെല്ലും ഒരു ഇത്ര പറ നെല്ല് എന്നും പിന്നെ ഇത്ര വില്ലേജസിനും പുള്ളി കൊടുത്തു. അതാണ് ഈ 3 പ്ലേറ്റുള്ള സ്മാലർ ലൈഡൻ പ്ലേറ്റ്സ്. ഇതിന്റെ പേര് തുടക്കത്തിൽ ലൈഡൻ പ്ലേറ്റ്സ് ഒന്നും അല്ല, ഇതിന്റെ പേര് ആനമംഗലം സെപ്പേഡുകൾ, ആനമംഗലം കോപ്പർ പ്ലേറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. അത് ഹോളണ്ടിൽ വന്നപ്പോ അവർക്ക് ഹിസ്റ്ററി അറിയില്ല, അതിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് അറിയില്ല. ഒരു 30 കിലോ ഉള്ള ചെമ്പ് തകടുകളെല്ലാം കൈ കിട്ടി, എന്താണെന്നറിയില്ല. അപ്പൊ ഒരു പ്രീസ്റ്ററുടെ ഫാമിലിയുടെ കയ്യിലായിരുന്നു. ആ പ്രീസ്റ്റർ ഒരു 9 വർഷം ഈ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഇന്തോനേഷ്യയിലെ ബത്താവിയ എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ജക്കാർത്ത, അവിടെ പ്രീസ്റ്ററായിട്ടുണ്ടായിരുന്നു, പ്രൊട്ടസ്റ്റന്റ് പ്രീസ്റ്ററായിട്ടുള്ള മിനിസ്റ്റർ. പുള്ളി 9 കൊല്ലം ജോലി ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് അവിടുന്ന് ഇന്തോനേഷ്യയിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് വന്നു. ഇവിടെ കപ്പലിൽ വന്ന് ഇറങ്ങിയത് ഇന്ന് മുകളിൽ ഹ്രോണിങ്ങൻ നിങ്ങൾ പോയിട്ടുണ്ടാവും. മുകളിൽ ഒരു ചെറിയ ഐലൻഡ് ഉണ്ട്, അതിൽ ഒരു ഐലൻഡിന്റെ പേര് തെക്സൽ. ആ ഐലൻഡിൽ വന്ന് കപ്പലിൽ വന്ന് ഇറങ്ങി. ആ വന്ന കപ്പലിന്റെ പേര് ബാർണഫെർട്ട്. അവരെപ്പോഴും തിരിച്ചു വരുമ്പോൾ 7-8 കപ്പൽ ഒരുമിച്ചാ വരുന്ന വഴിക്ക് എന്ത് സംഭവിച്ചാലോ. അപ്പൊ അങ്ങനെ കപ്പലിൽ വന്നു. 1712 ബത്താവിയ ജക്കാർത്ത അവിടുന്ന് വിട്ടു. 1713 ഇവിടെ വന്ന് ഇറങ്ങി. അയാളുടെ പേര് തന്നെ ഫ്ലോറൻഷ്യസ് കാമ്പർ, ഏതാണ് ഡച്ച് പാതിരിയുടെ പേര്. അപ്പോൾ ഇത് ഇയാളുടെ കയ്യിലായിരുന്നു. ഇതിപ്പോ എങ്ങനെ ഇയാളുടെ കയ്യിൽ ഇത് കിട്ടി എന്നറിയില്ല. അത് ഈ കപ്പലിൽ തന്നെ വന്നു. പുള്ളി വന്നത് ഈ കപ്പലിലാണ്. ഇത് 1713 ഇവിടെ വന്ന് ഇറങ്ങി. അപ്പം ഈ ഫ്ലോറൻഷ്യസ് കാമ്പറിന്റെ കയ്യിലുണ്ടായിരുന്നു. അയാളുടെ മകന് പോയി, അയാളുടെ മകന് കൊടുത്തു.
അയാളുടെ മകന് കൊടുത്തു. പിന്നെ അവസാനം ഒരു പെൺകുട്ടിക്കാണ് കിട്ടിയത്, ഒരു കാപ്പറുണ്ട്. ഈ 4-5 ഇത് കഴിഞ്ഞ് അവസാനം കിട്ടിയത് ഒരു പെൺകുട്ടിയാണ്. അത് ഗ്രേറ്റ് ഗ്രാൻഡ് ഡോട്ടർ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ 4-5 ഈ തലമുറകൾ കഴിഞ്ഞ് കിട്ടുന്നതാണ്. ഈ കുട്ടി കല്യാണം കഴിച്ചത് അന്ന് ലൈഡൻ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു പ്രൊഫസറാണ്, ഹാമാക്കർ എന്ന് പറഞ്ഞ പ്രൊഫസറാണ്. അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ ഉടനെ ഈ കുട്ടിക്ക് കിട്ടിയ ഈ കോപ്പർ പ്ലേറ്റ്സ് ഉണ്ടല്ലോ, അത് ഹാമാക്കറുടെ ഫാമിലിക്ക് പോയി, ഭർത്താവിൻ്റെ ഫാമിലിക്ക് പോയി. അത് കഴിഞ്ഞ് പിന്നെ ഈ ഹാമാക്കറുടെ ഫാമിലിയിലായിരുന്നു. അപ്പോൾ ഹാമാക്കറുടെ കുട്ടികൾക്കും ഇതിൽ വലിയ താല്പര്യമൊന്നുമില്ല, എന്താ ഏതാന്നൊന്നും അവർക്ക് അറിയില്ല. മറ്റേ ഈ കാമ്പറുടെ കുട്ടികൾക്ക് അറിയില്ല. അതിൽ ഒരു പേരക്കുട്ടി മാത്രം ഇത് ഫ്രാൻസിലുണ്ടായിരുന്ന ഒരു പ്രൊഫസർക്ക്, ഒരു ഇൻഡോളജി പ്രൊഫസർ ചോദിച്ചു, ഇതെന്താ സാധനം? ഇതിൽ ഒരു അതിശയം എന്ന് വെച്ചാൽ അതിൽ ഒരു ചെറിയ ഒരു ലേബിൾ ഉണ്ട്, ഒരു ഇങ്ങനെ പേപ്പറിൽ എഴുതിയ, അതിൽ എഴുതിയിട്ടുണ്ട് ഇത് ഓല മലബാർ. മലബാറിന്ന് കൊണ്ടുവന്ന ഓല. നമ്മുടെ പണ്ട് രാജാക്കന്മാർ നമ്മൾ എഴുതുന്ന ഓല മലബാർസ്. ഇത് കൊണ്ടുവന്നത് FL കാമ്പർ, ഫ്ലോറൻഷ്യസ് കാമ്പർ. അത് കൊണ്ടുവന്നത് സൂറത്ത് നമ്മുടെ ഗുജറാത്തില്ലേ, അവിടെ ഡച്ചുകാരുടെ കുറേ സ്റ്റോറും അതൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഈ പാതിരി ഫ്ലോറൻഷ്യസ് കാമ്പർ കൊണ്ടുവന്നതാണെന്ന് ഒരു ചെറിയ ഒരു ലേബിൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് പ്രൂഫായിട്ട് കാണിക്കാൻ. ഇത് ആരെഴുതി എപ്പോൾ എഴുതി എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും ആ ഫാമിലിയിലായിരുന്നു. അത് കഴിഞ്ഞ് ഈ മരുമകൻ ഹാമാക്കർ, ലൈഡൻ പ്രൊഫസർ, പുള്ളിയുടെ ഫാമിലിക്ക് വന്നു. അവരും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. 1862 ഈ ഹാമാക്കർ പ്രൊഫസറുടെ ഫാമിലി പിൻഗാമിയുള്ള അവരിത് ലൈഡൻ യൂണിവേഴ്സിറ്റിക്ക് കൊണ്ടുവന്ന് ഒരു ഗിഫ്റ്റായിട്ട് അങ്ങ് കൊടുത്തു. അങ്ങനെ ലൈഡൻ യൂണിവേഴ്സിറ്റിക്ക് വന്ന ശേഷമാണ് ഈ കോപ്പർ പ്ലേറ്റ്സിന്റെ പേര് തന്നെ ആനൈമംഗലം എന്നുള്ളത് കഴിഞ്ഞ് അതിന് ലൈഡൻ എന്നുള്ള പേര് കിട്ടിയത്. അങ്ങനെ അത് പിന്നെ 1862 വന്നു. അത് ലൈഡനിൽ വന്ന ശേഷമാണ് ആദ്യം ഒരു സർ എലിയറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബ്രിട്ടീഷ് കളക്ടർ, ആ ബ്രിട്ടീഷ് കളക്ടർ പറഞ്ഞു, ഇങ്ങനെ ലൈഡൻ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ ഇങ്ങനെ കുറച്ച് കോപ്പർ പ്ലേറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് കേൾക്കുന്നു എന്ന് പറഞ്ഞ് ഒരു സൗത്ത് ഇന്ത്യൻ ആർക്കിയോളജിക്കൽ സീരീസ് ഉണ്ട്. അതിൻ്റെ ഒരാളുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ പുള്ളി ലൈഡൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ അടുത്ത് ചോദിച്ചു ഇങ്ങനെ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ലൈഡൻ ഉള്ള ഒരു പ്രൊഫസർ, ഒരു കെറൻ ഇതിൻ്റെ എല്ലാം ഫാക്സിമിലി എടുത്ത്, ഈ 21 തകടിൻ്റെ ഫാക്സിമിലി എടുത്ത് ആ ആർക്കിയോളജിക്കൽ സർവേ ഒരു ജെയിംസ് എന്ന ഒരാളാണ്, ജെയിംസിൻ്റെ ഫസ്റ്റ് നെയിമാണ്, കൊടുത്തു. പുള്ളി അതിനെ ഒരു നടേശ ശാസ്ത്രി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ തമിഴ്നാട്ടിലുള്ള ഒരു പഴയ പണ്ഡിതനാണ് കൊടുത്ത് ഇത് എഴുതാൻ പറഞ്ഞു. തമിഴല്ലേ. അപ്പോൾ നടേശ ശാസ്ത്രി ഇത് അറിഞ്ഞവരേക്കും ഇതിനെ അങ്ങ് തമിഴിൽ പകർത്തിയെടുത്തു. അത് കഴിഞ്ഞ് പിന്നെ വേറെ ഒരു എംബ്ലി എന്ന് പറഞ്ഞുകൊണ്ടല്ലേ വേറെ ഒരു പ്രൊഫസർ, പുള്ളി സംസ്കൃതത്തിൽ എഴുതിയതും മുഴുവനും അങ്ങ് പകർത്തി എഴുതി. അങ്ങനെയാണ് ഇത് ആദ്യമായിട്ട് 1860 എങ്ങാണ്ട് ആ സമയത്താണ് ഇത് ആദ്യമായിട്ട് ഇതിലെന്താ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പുറത്ത് യൂറോപ്പിലൊക്കെ അറിയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഓരോരുത്തർ ഇതിലിങ്ങനെ ഇൻട്രസ്റ്റ് വരുന്നതും. പിന്നെ അധികമൊന്നും ഇതിൽ ഗവേഷണം ഇതോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇതിപ്പോൾ എല്ലാം ഇങ്ങോട്ട് വന്നുകൊണ്ട് തമിഴ്നാട്ടിലുള്ളവർക്ക് ഇത് മുഴുവനും അറിയില്ല. മറ്റേ നടേശ ശാസ്ത്രി എഴുതി, ഒരു സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ് എഴുതി. അവർ രണ്ടാളാണ് ഇതിനെക്കുറിച്ച് ഇതിലെന്താ എഴുതിയിരിക്കണേ എന്നുള്ളതിന് പകർത്ത് എഴുതിയത്. ആ ഒരു അറിവ് മാത്രമേ ഉള്ളൂ, അതല്ലാതെ ഇതിനെക്കുറിച്ച് വേറെ അധികം ഒന്നും അറിയില്ല. പക്ഷെ അവർക്ക് അറിയാം ലൈഡനിൽ കോപ്പർ പ്ലേറ്റ്സ് ഉണ്ട്. ലൈഡൻ കോപ്പർ പ്ലേറ്റ്സ് അത് നമ്മുടെ ചോഴൻ്റെ കാലത്ത് രാജേന്ദ്ര ചോഴൻ കൊടുത്ത ഒരു കോപ്പർ പ്ലേറ്റ്സ്, കുലോത്തുംഗ ചോഴൻ കൊടുത്ത ഒരു കോപ്പർ പ്ലേറ്റ്സ് എന്ന് അറിയാം. പക്ഷെ അവര് കൊടുത്തിരിക്കുന്ന പേര് ആനൈമംഗലം സെപ്പേഡ്, ആനൈമംഗലം കോപ്പർ പ്ലേറ്റ്. അത്
വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 600 വർഷത്തോളം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു, ഇന്ത്യയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 300 വർഷത്തോളം അത് ഹാമാക്കറുടെ കയ്യിലും അതിൽ മുമ്പ് ഉണ്ടായിരുന്ന ഫ്ലോറൻഷ്യസ് കാമ്പ, ഈ 2 കുടുംബത്തിൻ്റെ ഒരു പ്രൈവറ്റ് കളക്ഷൻ ആയിരുന്നു ഈ സാധനം. എന്നിട്ട് അത് പ്രൈവറ്റ് കളക്ഷൻ അങ്ങനെ ഒരു 300ഓളം എല്ലാം കൂടി ഒരു 1000 വർഷങ്ങളായത് ഇറക്കിയില്ല. അപ്പോൾ അതിൽ ഇവിടെ 300, നാട്ടിലൊരു 600, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വർഷങ്ങൾ വരും. ഇത്രയും കാലം ഇത് പുറത്ത് ഇവിടെ ഏകദേശം 300 കൂടുതലായല്ലോ. അതോ ഈ കാപ്പർ പ്ലേറ്റ്സിനെ കുറിച്ച് നമുക്ക് തമിഴ് എല്ലാവർക്കും അറിയാം. പക്ഷേ രാജരാജൻ ഇത്രയും വലിയ ഒരു ചോഴ മഹാരാജാവിൻ്റെ ഈ കാപ്പർ പ്ലേറ്റ്സ് അവർക്ക് വേണമത്, അവരുടെ ഹിസ്റ്ററി അല്ലേ. അപ്പം അത് കഴിഞ്ഞ് അപ്പോൾ നമ്മുടെ അവരെല്ലാം തമിഴ് മക്കൾ എന്നാണ് അറിയുന്നത്. അതെ, അവർക്ക് ഇത് തിരിച്ചു കൊണ്ടുവരണം. അത് അവരുടെ വലിയ ഒരു ഡിമാൻഡായി വന്നു. അപ്പോൾ അത് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും? ഇപ്പോൾ ഒരു രാജ്യവും മറ്റേ രാജ്യവും തമ്മിൽ മാത്രമേ ഇതിനെക്കുറിച്ച് നമുക്ക് വല്ല ഡിസ്കഷനും എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. തമിഴ്നാട്ടിൽ ഇപ്പോൾ ഹോളണ്ടിൽ വന്നിട്ട് ഇത് ചോദിക്കാൻ പറ്റില്ല, ഇന്ത്യൻ വേണം. അപ്പോൾ ഇത് അവർ പിന്നെ കോർട്ടിലേക്കൊക്കെ പോകാൻ വേണ്ടി ഇരുന്നു. കോർട്ടിൽ കേസ് കൊടുത്ത് സുപ്രീം കോർട്ട് വരെ എല്ലാം പോയി ഇന്ത്യൻ ഗവൺമെൻറ് എടുത്ത് ഇത് തിരിച്ചു കൊണ്ടുവരാൻ ഉള്ള ഡിസ്കഷൻ തുടങ്ങണം എന്ന്. അപ്പോൾ ഇത് കുറേ കാലം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നാട്ടിൽ. അവസാനം നമ്മുടെ ഇതിന് ഇനിഷ്യേറ്റീവ് ആരാ എടുത്തിരിക്കുന്നത്? നമ്മുടെ നാട്ടിൽ നിന്നാണോ ഇനിഷ്യേറ്റീവ് വന്നത്? അവസാനം ഇത് കൊണ്ടുവരാനുള്ള നമ്മുടെ ഗവൺമെന്റാണ് ചെയ്തത്. ഇത് 2023 നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ലൈബ്രറി എടുത്ത് ഇത് തിരിച്ചു തരണം എന്ന് ചോദിച്ചു. അപ്പോൾ ലൈബ്രറി എടുത്ത് ഇങ്ങനെ തിരിച്ച് ചോദിക്കുന്ന സമയത്ത് ലൈബ്രറിക്ക് അത് പെട്ടെന്ന് അത് തരാൻ പറ്റില്ല, അങ്ങനെ പറ്റൂല. എന്ന് വെച്ചാൽ ഈ നാട്ടിലൊരു ചട്ടമുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഉടമസ്ഥന്റെ സമ്മതം ഇല്ലാതെ ഇങ്ങനെയുള്ള പുരാതന വസ്തുക്കൾ, പൈതൃക വസ്തുക്കൾ ഉണ്ടല്ലോ, അത് ഇവിടെ ഉള്ളവര് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഉടമസ്ഥന് തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അത് ഇവിടുത്തെ റൂളാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി പറഞ്ഞു, ഓക്കെ, നിങ്ങൾ ചോദിക്കുന്നു, നമ്മളിതൊക്കെ ശരിക്കും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കട്ടെ. നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ ഇത് ഉടമസ്ഥന്റെ സമ്മതം ഇല്ലാതെ ചിലപ്പോൾ അവിടുന്ന് കട്ടുകൊണ്ട് വന്ന സ്വത്തായിരിക്കാം, അല്ലെങ്കിൽ അവർ തന്നതായിരിക്കാം. ഇത് എങ്ങനെ ഈ രാജ്യത്ത് എത്തി എന്നുള്ളതിന് ഞങ്ങൾ മുഴുവനും ഒരു ചെറിയ കമ്മിറ്റിയൊക്കെ വെച്ച് നോക്കട്ടെ. എന്നിട്ട് ഇത് നിങ്ങളുടെ അവിടെ നിന്നാണ് കൊണ്ടുവന്നത്, നിങ്ങളുടെ സമ്മതം ഇല്ലാതെയാണ് കൊണ്ടുവന്നത് എന്നുള്ളത് നമുക്ക് അവസാനം അത് അറിയുകയാണെങ്കിൽ ഈ സാധനം നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരാം എന്നായിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്മീഷനൊക്കെ വന്നത്, ഒരു ഗവൺമെന്റ് ഒരു കമ്മീഷൻ ഉണ്ട്, ഇവിടുത്തെ ഒരു ഇവരിങ്ങനെ പല സാധനങ്ങളുണ്ട്. ശ്രീലങ്കയിൽ നിന്ന് സാധനമുണ്ട്, പിന്നെ ഇന്തോനേഷ്യയിൽ നിന്ന് വന്ന സാധനങ്ങളുണ്ട്, ഇന്ത്യയിൽ നിന്ന് വന്ന സാധനമുണ്ട്, പിന്നെ ആഫ്രിക്കയിൽ നിന്ന് വന്ന സാധനങ്ങളുണ്ട്. ഇവരെവിടെയെല്ലാം ഇവിടെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടായിരുന്നു, ആ സ്ഥലങ്ങളിൽ നിന്നെല്ലാം കൊണ്ടുവന്ന് പല സാധനങ്ങളും ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഈ കൊളോണിയൽ കളക്ഷനാണ്. അത് ഇങ്ങനെയുള്ള ഡിസ്പ്യൂട്ടൊക്കെ വരുമ്പോൾ വല്ലവരും അത് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് തിരിച്ച് ചോദിക്കുന്ന സമയത്ത് അത് ഈ കമ്മിറ്റി വരും. ഈ കമ്മിറ്റി അതിനെക്കുറിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തും. അത് കഴിഞ്ഞിട്ട് ആ റിപ്പോർട്ട് എന്തോ അതുപോലെ ചെയ്യും. അതാണ് ഇവിടുത്തെ ഒരു കീഴ്വഴക്കം. അതേപോലെ യൂണിവേഴ്സിറ്റിയിലും വന്നു. യൂണിവേഴ്സിറ്റി ഒരു കമ്മിറ്റി വെച്ചു. ആ കമ്മിറ്റി വച്ചപ്പോഴും ഇത് എങ്ങനെ ഇവിടെ വന്നു എന്നുള്ളതിൽ ഒരു കാര്യം വളരെ സ്പഷ്ടമായിട്ട് അറിഞ്ഞത്, ഇത്
ഉടമസ്ഥന്റെ സമ്മതം ഇല്ലാതെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ബുദ്ധ സംഘത്തിന് കൊടുത്തതാ. ബുദ്ധ സംഘം ഇവർക്ക് പെർമിഷൻ കൊടുത്തിട്ടില്ല അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉടമസ്ഥൻ നിന്ന് ഉടമസ്ഥന്റെ ഇഷ്ടം ഇല്ലാതെ അല്ലെങ്കിൽ ഉടമസ്ഥന്റെ ആ ഒരു സമ്മതം ഇല്ലാതെ ഇവിടെ വന്നിട്ടുള്ള ഒരു സാധനമാണ്. അത് തിരിച്ചു കൊടുക്കണം. അത് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അന്നത്തെ ബുദ്ധ സംഘം ഇപ്പോൾ ഇല്ല. ഇത് തമിഴിലാണ്. ഇത് ബുദ്ധ സംഘത്തിൻ്റെ ആണ്. ഇത് കൊടുത്തത് ഒരു തമിഴ് ചോഴ ഒരു വലിയ ഒരു രാജാവാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ആർക്ക് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇത് എവിടുന്ന് വന്നോ അവിടേക്ക് തന്നെ അത് തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ഇന്ത്യ മുഴുവനും ഉള്ളത് ഇന്ത്യൻ ഗവൺമെൻറ്റാണ്. അപ്പോൾ ഇത് ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ഡിസിഷനാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ലൈബ്രറി എടുത്തു. അത് നമ്മുടെ യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേഷനും അത് അക്സെപ്റ്റ് ചെയ്തു. അതാണ് അവരിവിടെ ഗവൺമെന്റിനെയും അറിയിച്ചു. അത് ഗവൺമെന്റിനെ അറിയിച്ച് അത് ഇന്ത്യൻ ഗവൺമെന്റിനെയും ഇത് തിരിച്ചു കൊടുക്കാൻ സമ്മതമാണ് എന്നുള്ളത് അറിയിച്ചു. അങ്ങനെ ഇന്ത്യൻ ഗവൺമെന്റ് വളരെ വളരെ ഇതിനു വേണ്ടി ഇതിൻ്റെ പിന്നിൽ നിന്ന് കുറേ കഷ്ടപ്പെട്ടാണ് ഇത് തിരിച്ച് ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. അത് ഇതിന്റെ വലിയ ഒരു ക്രെഡിറ്റ് പോകുന്നത് ഇന്ത്യൻ ഗവൺമെന്റാണ്. അവര് പലരും നാട്ടിൽ നിന്ന് വന്നു, പലരും നമ്മുടെ മിനിസ്ട്രിയിൽ നിന്നൊക്കെ വന്ന് ഇവിടെ ഈ സാധനം കണ്ടിട്ട് ഞാനും പലപ്പോഴും അവരുടെ കൂടെ പോയിട്ടുണ്ട്. ഞാൻ എന്റെ കയ്യിലായിരുന്നു. കുറെ കാലം എന്റെ കയ്യിലായിരുന്നു. ഞാൻ 68 വന്നപ്പോ കാണുന്ന ഇതാ. 68 സാധനം കാണുന്നുണ്ട്. 68 അതൊരു ചെറിയ ഒരു കണ്ണാടി കൂട്ടിന്റെ ഉള്ളിലായിരുന്നു. നമ്മള് ലൈബ്രറിയുടെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ ആ എൻട്രൻസ് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നത് ഇതാണ്. അതിന് അത്രയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് അന്ന് കൊടുത്തിട്ടുള്ളൂ. ഇത് ആർക്കും അറിയില്ല എന്താ സാധനം. അത് കഴിഞ്ഞ പിന്നെ പുതിയ ലൈബ്രറി ബിൽഡിംഗ് ഒക്കെ വന്നപ്പോ ഇത് വലിയ ഒരു സേഫ് ആയിട്ടുള്ള ഒരു മുറിയൊക്കെ ഉണ്ടാക്കി ആ മുറിയുടെ ഉള്ളിൽ ഇട്ട പൂട്ടും താമരൊക്കെ ഇട്ട് വളരെ സെക്യൂരിറ്റി ക്യാമറ ഇതൊക്കെ വെച്ചിട്ടാണ് പിന്നെ വെച്ചിരുന്നത്. പിന്നെ നമുക്ക് വല്ലവരും വേണമെങ്കിൽ എഴുതി കൊടുക്കണം ആർക്ക് വേണം, ഇത് എന്താ ഗവേഷണത്തിനാണോ അല്ലെ വെറുതെ വന്ന് കാണാനാണോ, ഇതെല്ലാം എഴുതി കൊടുത്താലേ അവിടെ സെക്യൂരിറ്റി അതിന്ന് 2 ആള് ഇത് മെല്ലെ മുകളിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ദൂരത്തൊക്കെ നിന്ന് കാണാം. ക്ലോസപ്പില് തൊടാനോ എടുക്കാനൊന്നും പറ്റില്ല. ഞാൻ അന്നൊക്കെ ഉള്ളപ്പോ എന്റെ കയ്യിലിങ്ങനെ എടുത്തു ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അത് ഫോട്ടോ ഇപ്പോ എന്റെ കയ്യിലുണ്ട്. പക്ഷെ ഇതിപ്പോഴും ഇത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നോണ്ട് അത് മനസ്സിലായി. ഇതൊക്കെ എല്ലാം കഴിഞ്ഞ് ഞാൻ അത് കാണിച്ചു തരാം. എന്റെ ഗവേഷണത്തിന് വേണ്ടി ഞാൻ എടുത്തതാണെന്ന്. അപ്പൊ അന്ന് ഇതിനെപ്പറ്റി ഗവേഷണം നടത്തിയിട്ടുണ്ട്. ഇതിനെപ്പറ്റിയാണ് ഗവേഷണം നടത്തിയിട്ടുണ്ടോ? ഉണ്ടല്ലേ? ഉണ്ട്. അതിന്റെ ഞാൻ ഒരു വലിയ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. ആ ആർട്ടിക്കിളിന്റെ പേര് തന്നെ കാപ്പർ പ്ലേറ്റ്സ് ടു സിൽവർ പ്ലേറ്റ്സ്. ചോളാസ് അല്ലേ ഇത് കൊടുത്തത്. ചോളാസ് ഡച്ചിന്റെ കയ്യിലായിരുന്നു. ചോളാസ് ഡച്ച് ബുദ്ധിസം ഇതായിരുന്നു അതിന്റെ ടൈറ്റിൽ. അതിലെല്ലാം കാപ്പർ പ്ലേറ്റ്സ് ടു സിൽവർ പ്ലേറ്റ്സ്, ചോളാസ് ഡച്ച് ആൻഡ് ബുദ്ധിസം ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് ഇത് 2001 ഞാൻ പബ്ലിഷ് ചെയ്ത ഒരു 10-30 പേജുള്ള ഒരു ആർട്ടിക്കിളാണ്. അതിൽ ഞാൻ ഈ കാപ്പർ പ്ലേറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഡച്ചുകാർ വന്നപ്പോൾ അതാണ് ഗവേഷണത്തിൻ്റെ ഒരു വലിയൊരു ഭാഗം. ഈ ഡച്ച് റെക്കോർഡ്സിൽ ഈ കുറേ ഗ്രാമങ്ങളുടെ പേര് തിരിച്ച് വരുന്നുണ്ട്. അതിലും അവർ പറയുന്നുണ്ട് ഇവിടെ നിന്നൊന്നും ടാക്സോ നികുതി ഒന്നും വരുന്നു. പക്ഷെ കാരണം ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ കുറെ ഞാൻ വായിക്കുമ്പോൾ എനിക്ക് തോന്നി എന്താ ഇങ്ങനെ ഈ ഗ്രാമങ്ങളുടെ പേരൊക്കെ തിരിച്ച് ഡച്ച് റെക്കോർഡിൽ വരുന്നത് എന്ന്. പിന്നെ ഞാൻ വെച്ചു എന്നാ പിന്നെ കാപ്പർ പ്ലേറ്റ്സിലും കുറെ ഗ്രാമങ്ങളുടെ പേരാണ്. ആ ഗ്രാമങ്ങളുടെ പേര് തന്നെയോ ഡച്ച് റെക്കോർഡ്സിലും വരുന്നത് എന്ന്. പക്ഷെ രണ്ടിനും അവിടെയും നികുതി പോയി ഒന്നും ചോദിക്കരുത്, ഇവിടെയും അത് തന്നെ. അപ്പോൾ ആ പേരുകളുണ്ട്. നമ്മുടെ കാപ്പർ പ്ലേറ്റ്സിൽ എഴുതിയതൊക്കെ
നമ്മൾ എഴുതുന്ന ഭാഷ. അതെ, അത് മറ്റേ ഇവര് ഡച്ചുകാര് നമ്മൾ എഴുതുന്ന ഭാഷയല്ല, നമ്മൾ സംസാരിക്കുന്ന ഭാഷയാണ് അവരുടെ റെക്കോർഡ്സിൽ. അത് മറ്റേ അതെ, ഇപ്പോ ഒരു സ്ഥലത്തിന്റെ പേര് അവരെങ്ങനെ കേൾക്കുന്നോ അത് വേറെ ആയിട്ടാ വരും, സെയിം പേരായിട്ട് വരും. അതെ, അത് നമ്മുടെ ഈ സംസാര ഭാഷ മനസ്സിലായി എങ്ങനെ ഉച്ചരിക്കുന്നോ അതിനെയാണ്. അത് അവരുടെ അക്ഷരം. ഇപ്പൊ നമ്മൾ ഡച്ച് എഴുതുന്നു അതുപോലെ വരുള്ളൂ, ഒറിജിനൽ ആയിട്ടുള്ള ലാംഗ്വേജ് വരില്ല. അപ്പോ നമുക്ക് ഗവേഷണം ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും കമ്പയർ ചെയ്യണമെങ്കിൽ കുറെ പാടുണ്ട്. ഇതിൽ ഉള്ള ആ സ്പെല്ലിങ്ങും പഴയ സ്പെല്ലിങ്ങും ഒരേപോലെ അല്ല. അപ്പോൾ അത് എടുത്ത് ഇവര് ഏത് രീതിയിലാ, ഏത് ശബ്ദത്തിനെ ഏത് രീതിയിലാ എഴുതുന്ന എന്നുള്ളതൊക്കെ നമുക്ക് തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞിട്ട് വേണം ചോഴ രാജാവ് അന്ന് കൊടുത്ത ഗ്രാമങ്ങളുടെ പേരെന്നെയോ ഇതിലും എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ അവസാനം പറയുന്നുണ്ട്. ഈ കോപ്പർ പ്ലേറ്റ്സ് ഡച്ചുകാർ അവിടെ ഇരിക്കുമ്പോൾ നാഗപട്ടണത്തിലും ആ ഭാഗങ്ങളിലൊക്കെ ഉള്ള സമയത്ത് ഈ കോപ്പർ പ്ലേറ്റ്സ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നിരിക്കണം.